നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദവിശദീകരണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന പദം കളരി എന്നുള്ളതാണ്. കളരി എന്ന് പറയുന്നത് മലയാള ഭാഷയോട്, മലയാള സംസ്കാരത്തോട്, മലയാള ചരിത്രത്തോട്, മലയാള നാടിനോട് ഒന്നിച്ചു നിൽക്കുന്ന കാര്യമാണ്. കളരി എന്നുള്ളത് മലയാളത്തിൽ മാത്രം ഉള്ള ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ കളരി എന്ന് പറയുന്നത് മലയാള ദേശത്ത് മാത്രമുള്ള ഒരു പദമാണ്. മലയാളം എന്ന് പറയുന്നത് ഗോകർണം മുതൽ കന്യാകുമാരി വരെ ഉള്ള ദേശമാണ്. കന്യാകുമാരി അടക്കമുള്ള ദേശമാണ്. അപ്പം മലയാള ദേശം എന്ന് പറയുന്ന കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യമാം പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള ദേശം. ആ ദേശത്തിൻ്റെ സ്വന്തമായ കാര്യമാണ് കളരി എന്നുള്ളത്. ഈ പദം കള അരി എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കള അരി, അരി ശത്രു. കള അരി എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ശത്രു സംഹാരം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കളരി എന്ന് പറഞ്ഞാൽ ശത്രു സംഹാരം എന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ തലങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് ശത്രു ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഒരുവന്റെ പരിമിതിയാകാം, അല്ലെങ്കിൽ അപരിമിതമായ ജ്ഞാനത്തിന് എതിരെ വരുന്ന ശൂദ്രന്മാരാകാം ശത്രുക്കൾ. ശൂദ്രന്മാരെന്ന് പറയുന്നത് അപരിമിതമായ ജ്ഞാനത്തിൻ്റെ താഴെയുള്ള എല്ലാവരും. അവർ അപരിമിതമായ ജ്ഞാനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ പ്രകൃതിയെ, പ്രപഞ്ചത്തെ, അതിൽ കുടികൊള്ളുന്ന ജീവാത്മാക്കളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ശത്രുക്കളാണ്. ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശത്രു എന്ന് പറയുന്ന തത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കളരിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ശത്രു തത്വത്തെ ഇല്ലാതാക്കാം, അഥവാ ശത്രുതത്വത്തെ സംഹരിക്കുക, അതാണത്. അവിടെ ജ്ഞാനം കൊണ്ടാണ് അടിസ്ഥാനപരമായി ശത്രുതത്വത്തെ ഇല്ലാതാക്കുന്നത്. ഈ തത്വങ്ങൾ, ശത്രുതത്വം എന്ന് പറയുന്ന തത്വത്തെ ഇല്ലാതാക്കുന്ന തത്വങ്ങൾ എന്താകുന്നു എന്നുള്ളതാണ് കളരിയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശത്രു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ആരാണ്? ശത്രു എന്ന് പറയുന്നത് അജ്ഞരും ശൂദ്രരും അസുരരും ആയിട്ടുള്ള, അഥവാ ആ തത്വങ്ങളിലുള്ള കർമ്മവിഘ്നം നടത്തുന്നവരാണ് ശത്രുക്കൾ. കർമ്മവിഘ്നമാണ്
ശത്രുതയുടെ ലക്ഷ്യം. അതായത് ഒരാൾ ശത്രുവാണെങ്കിൽ ശത്രുതത്വം എന്ന് പറയുന്നത് കർമ്മവിഘ്നം വരുത്തുന്നതാണ്. കർമ്മവിഘ്നം എന്ന് പറയുന്നത് ജീവാത്മാവ് തൻ്റെ ആത്മാവിനെ കൊണ്ട് ശരീരമെടുപ്പിക്കുമ്പോൾ ആ ശരീരമെടുക്കുന്ന ജീവാത്മാവിന് ചെയ്യേണ്ടി വരുന്ന കാര്യമാണ് കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മം എന്ന് പറയുന്നത് ജീവാത്മാവിൻ്റെ നിലനിൽപ്പാണ്. ജീവാത്മാവിന് നിലനിൽക്കാനായി ജീവാത്മാവ് ചെയ്യേണ്ടതാണ് കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തെ തടസ്സപ്പെടുത്തുവാൻ, ജീവാത്മാവിൻ്റെ പ്രകൃതിയായ കർമ്മത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവൻ ആരോ ആ ആള്, ആ തത്വമാണ് ശത്രു എന്ന് പറയുന്നത്. അത് കർമ്മതടസ്സം എന്ന് പറഞ്ഞാൽ ജീവതടസ്സം, പ്രാണതടസ്സം തന്നെയാണ്. അതിനാലാണ് ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് ശത്രു സംഹാരമായിട്ടുള്ള കള അരി മലയാള ദേശത്ത് രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. കള അരി, അരിയെ കളയുക, ഇല്ലാതാക്കുക, ശത്രു സംഹാരം. ഇത് പല തലത്തിൽ നടത്താൻ സാധിക്കും. പല സ്ഥലത്തിൽ ശത്രുവിനെ സംഹരിക്കാൻ സാധിക്കും. ഇതാണ് പലതരം കളരികളിൽ നമ്മൾ മലയാള ദേശത്ത് കാണുന്നത്. ആയുധ കളരിയുണ്ട്, അക്ഷരകളരിയുണ്ട്, കലാകളരികളുണ്ട്. കളരികൾ എന്ന് പറയുന്നത് അപ്പോൾ ക്ഷേത്രങ്ങളാണെന്ന് വരും. തൊഴിൽ കളരികളുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം അത് തൊഴിൽ ക്ഷേത്രമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കളരി ക്ഷേത്രീയമാകുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്തോ അത് ക്ഷേത്രീയം, കളരി ക്ഷേത്രീയമാണ്. ക്ഷേത്രം കർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കർമ്മം എന്ന് പറയുന്നതിൻ്റെ സൂചന, ലക്ഷണം എന്താണ്? അവിടെ കർമ്മം നടത്തപ്പെടും, കർമ്മവിഘ്നം ഇല്ലാതാക്കുന്ന ഗണപതി ഉണ്ടാകും. എല്ലാ കളരികൾക്കും അത് ബാധകമാണ്. അക്ഷരക്കളരിയായിക്കോട്ടെ, ആയുധകളരിയായിക്കോട്ടെ, തൊഴിൽ കളരികളായിക്കോട്ടെ, കലാകളരികളായിക്കോട്ടെ, സംഗീതക്കളരികളായിക്കോട്ടെ, കളരി എന്ന് പറയുന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന, കർമ്മത്തെ ചോദ്യം ചെയ്യുന്ന, കർമ്മത്തെ തടസ്സപ്പെടുത്തുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് തത്വമാണ്, ഏത് ആസുര തത്വമാണ്, ഏത് ശൂദ്ര തത്വമാണ്, ആ തത്വത്തെ, ശത്രുതത്വത്തെ സംഹരിക്കുക എന്നുള്ളതാണ്. അതിനാൽ കളരികളിൽ മലയാള ഭൂമിയിൽ ജനിച്ചു വളർന്ന ഏതൊരുവനും ഭാഗവാക്കാകണം എന്നതാണ് അടിസ്ഥാന തത്വം. മലയാള ഭൂമിയിൽ ജനിച്ചു വളർന്നവൻ കളരിയുടെ ഭാഗമായിരിക്കണം. അത് ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ്. കളരി പ്രവേശനം എന്ന് പറയുന്നത് 7-ാം വയസ്സ് മുതലാണ്. 7 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, കുട്ടികൾക്ക് കളരിയിലേക്ക് പ്രവേശനമാകാം എന്നാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് 7-ാം വയസ്സ് കഴിഞ്ഞാലാണ് ഉപനയനത്തിന് പോകുന്നത്. ഉപനയനം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വേദ അഭ്യാസത്തിലൂടെ ശത്രു സംഹാരത്തിന് തന്നെയാണ്. വിദ്യാഭ്യാസത്തിലൂടെ ശത്രു സംഹാരത്തിന് തന്നെയാണ്. ശത്രുവാകുന്ന അജ്ഞതയെ ഇല്ലാതാക്കാനാണ് കളരികൾ ഉപയോഗിക്കപ്പെടുന്നത്. അതിനാൽ 7 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു മലയാളി കുട്ടിയും കളരികളിൽ പോയി ചേരുക എന്നുള്ളത് മലയാള ഭൂമിയിൽ ജനിച്ചിട്ടുള്ള,
മലയാള ക്ഷേത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. കളരികൾ നമ്മുടേതാണ്, മലയാളത്തിൻ്റേതാണ്. പ്രപഞ്ചത്തിൽ വേറെ ഒരിടത്തിലും കളരികളില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്. കളരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആയുധ കളരികളെയാണ് വരിക. അപ്പോൾ നമുക്ക് തെക്കൻ, വടക്കൻ, തുളുനാടൻ എന്നീ 3 കളരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തുളുനാട് എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത് ഗോകർണത്തോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഗോകർണം മുതൽ ഇങ്ങോട്ട് കന്യാകുമാരി അടക്കം ഉള്ള സ്ഥലത്ത് ഉള്ള കളരികളിൽ നമ്മളും നമ്മളുടെ മക്കളും പോയി ചേർന്ന് ഈ കളരികളിലൂടെ നമ്മളുടെ ജീവിതത്തിലെ കർമ്മ തടസ്സമാകുന്ന എന്തിനേയും നേരിടാനും അവയെ ഉന്മൂലനം ചെയ്യുവാനും ഉള്ള അറിവും ശക്തിയും അക്ഷരാർത്ഥത്തിൻ്റെ കളരി എന്ന് പറയുന്ന ഈ സംപ്രേക്ഷണം പ്രദാനം ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് നന്ദി, നമസ്കാരം.